ഭൂപടത്തിൽ എന്നും ഏറ്റവും നിഗൂഢവും പ്രവചിക്കാനാവാത്തതുമായ രാജ്യങ്ങളിലൊന്നാണ് ഉത്തര കൊറിയ. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോഴും പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോഴും പഴയ ശക്തി സമവാക്യങ്ങൾ തകരുമ്പോഴും തങ്ങളുടേതായ ഒരു സമാന്തര പാതയിലൂടെ മുന്നേറുന്ന രാഷ്ട്രമായി ഉത്തര കൊറിയ നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും കടുത്ത അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലും നയതന്ത്ര സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും രാജ്യത്തിന്റെ പരമാധികാരവും ഭരണകൂടത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയ കവചമായി അവർ കാണുന്നത് തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആണവശേഷിയെ തന്നെയാണ്. ഈ സൈനിക കരുത്ത് കേവലം ഒരു പ്രതിരോധ സംവിധാനം എന്നതിലുപരി ആഗോള ശക്തികൾക്കുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമായും ഉത്തര കൊറിയ ഉപയോഗിക്കുന്നു. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ആണവായുധങ്ങൾ എന്നത് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണ്. ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കോ നീങ്ങുമ്പോൾ തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ബാഹ്യശക്തിക്കുമെതിരെ പ്രയോഗിക്കാൻ സജ്ജമായ മാരകശേഷിയുള്ള പ്രഹരശേഷിയാണ് ഉത്തര കൊറിയ ആർജിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ലോകശ്രദ്ധ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പതിവ് മിസൈൽ പരീക്ഷണങ്ങൾ കൊണ്ടല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പിലൂടെയാണ്. ശത്രു രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങളെ നിഷ്പ്രഭമാക്കാനും തങ്ങളുടെ ആണവ പ്രതിരോധം എക്കാലത്തെക്കാളും ശക്തമാണെന്ന് തെളിയിക്കാനും ലക്ഷ്യമിട്ടുള്ള പുതിയ നീക്കങ്ങൾ മേഖലയിൽ വലിയ യുദ്ധഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി നടത്തിയ പരാമർശങ്ങൾ ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ പ്രധാന ആണവ കേന്ദ്രമായ യോങ്ബിയോൺ ന്യൂക്ലിയർ സയന്റിഫിക് റിസർച്ച് സെന്ററിൽ അസാധാരണമായ പ്രവർത്തന വർധനമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പുറത്തുനിന്നുള്ള നിരീക്ഷണങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, സാങ്കേതിക വിശകലനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന ഈ വിലയിരുത്തൽ ഉത്തര കൊറിയ തങ്ങളുടെ ആണവ പദ്ധതികളെ പുതിയ ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണെന്ന സൂചനയായി കണക്കാക്കപ്പെടുന്നു. യോങ്ബിയോൺ എന്ന പേര് ലോകം പലവട്ടം കേട്ടിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളുടെ ഹൃദയഭാഗം എന്ന നിലയിലാണ് ഈ കേന്ദ്രം അറിയപ്പെടുന്നത്. പ്ലൂട്ടോണിയം ഉൽപാദനം, യുറേനിയം സമ്പുഷ്ടീകരണം, റിയാക്ടർ പ്രവർത്തനം, ഗവേഷണ വികസനം ഇതെല്ലാം ഒരുമിച്ചുള്ള സാങ്കേതിക സമുച്ചയമാണിത്. 2009 IAEA നിരീക്ഷകർ രാജ്യം വിടേണ്ടി വന്നതിന് ശേഷം ഈ കേന്ദ്രത്തിനുള്ളിൽ നടക്കുന്നത് ലോകം നേരിട്ട് കണ്ടിട്ടില്ല. അതിനുശേഷം ലഭിച്ച ഉപഗ്രഹ ചിത്രങ്ങളും വിദഗ്ധരുടെ വിലയിരുത്തലുകളും മാത്രമാണ് വിവര സ്രോതസ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുന്നറിയിപ്പുകൾ കൂടുതൽ ഗൗരവത്തോടെ കാണപ്പെടുന്നു. ഗ്രോസി വ്യക്തമാക്കിയതുപോലെ യോങ്ബിയോണിലെ റീപ്രോസസിംഗ് യൂണിറ്റിലും ലൈറ്റ് വാട്ടർ റിയാക്ടറിലും വർദ്ധിച്ച പ്രവർത്തനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. റീപ്രോസസിംഗ് യൂണിറ്റ് പ്രവർത്തനക്ഷമമാകുന്നത് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കൽ പ്രക്രിയകൾ നടക്കാമെന്ന സൂചനയാണ്. അതേസമയം ലൈറ്റ് വാട്ടർ റിയാക്ടറിന്റെ സജീവത വൈദ്യുതി ഉൽപാദനത്തിന് മീതെ തന്ത്രപ്രധാനമായ ഉപയോഗങ്ങൾക്കുള്ള സാധ്യതകളും ഉയർത്തുന്നു. യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതും പുതിയ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഉത്തര കൊറിയ ഭാവിയിലെ ആണവായുധ ശേഖരം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന വിലയിരുത്തലുകളിലേക്ക് ലോകം എത്തുകയാണ്. ഇത് വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല. ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക എന്നിവർക്കെതിരെയുള്ള പ്രതിരോധ ആയുധവുമായി ആണവായുധങ്ങളെ ഉത്തര കൊറിയ കാണുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. എന്നാൽ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതോടെ മേഖലയിൽ ആണവായുധ മത്സരം വേഗത്തിലാകാനുള്ള സാധ്യതയും ഉയരും. ലോകശ്രദ്ധ ഇപ്പോൾ മറ്റു മേഖലകളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നതും ഉത്തര കൊറിയക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, റഷ്യ യുക്രൈൻ സംഘർഷം, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, അമേരിക്ക ചൈന മത്സരം ഇതെല്ലാം ചേർന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പല ഭാഗങ്ങളിലേക്കായി ചിതറിക്കിടക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക പദ്ധതികൾ വേഗത്തിലാക്കുകയാണ് എന്നതാണ് പല വിദഗ്ധരുടെയും നിഗമനം. ലോകം തിരക്കിലായിരിക്കുമ്പോൾ തന്നെ സ്വന്തം തന്ത്രപരമായ നേട്ടങ്ങൾ ഉറപ്പാക്കുക എന്ന രീതിയാണ് ഉത്തര കൊറിയ പിന്തുടരുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെ റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ അടുപ്പവും കൂടുതൽ ചർച്ചയാകുന്നു. യുക്രൈൻ യുദ്ധത്തിനിടെ വെടിക്കോപ്പുകളും സൈനിക സഹായവും ഉത്തര കൊറിയ റഷ്യക്ക് നൽകിയെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഔദ്യോഗികമായി എല്ലാം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും റഷ്യയിൽ നിന്ന് സാങ്കേതിക സഹായമോ സൈനിക സഹകരണമോ ലഭിക്കാമെന്ന സംശയം നിലനിൽക്കുന്നു. യോങ്ബിയോണിലെ പുതിയ സൗകര്യങ്ങളുടെ വേഗത്തിലുള്ള വികസനം ഈ സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. ആണവ സാങ്കേതിക വിദ്യ, മിസൈൽ എഞ്ചിനീയറിംഗ്, ഉപഗ്രഹ സംവിധാനങ്ങൾ എന്നിവയിലുള്ള സഹകരണം ഭാവിയിൽ ആഗോള സുരക്ഷാ കണക്കുകൂട്ടലുകൾ തന്നെ മാറ്റിമറിക്കാം. ഉത്തര കൊറിയയുടെ നിലപാട് വ്യക്തമാണ്. ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല. ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അത്യാവശ്യമാണ് എന്ന വാദം കിം ജോങ് ഉൻ തന്നെ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. ലിബിയയുടെയും ഇറാഖിന്റെയും അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ആണവായുധമില്ലാത്ത രാജ്യങ്ങൾ ബാഹ്യ ഇടപാടുകൾക്ക് ഇരയാകുമെന്നാണ് ഉത്തര കൊറിയ വാദിക്കുന്നത്. അതിനാൽ ചർച്ചകൾ നടന്നാലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും ആണവശേഷി ഉപേക്ഷിക്കാൻ അവർ തയ്യാറില്ലെന്നത് വർഷങ്ങളായി തെളിഞ്ഞതാണ്. 2006 ആദ്യ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എണ്ണ വിതരണം, കയറ്റുമതി, ബാങ്കിംഗ് ഇടപാടുകൾ, ആയുധ വ്യാപാരം എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ഉത്തര കൊറിയയുടെ സൈനിക പദ്ധതികൾ പൂർണ്ണമായും നിർത്താനായില്ല. അതിന്റെ പ്രധാന കാരണം രാജ്യം സ്വയംപര്യാപ്തമായ സുരക്ഷാ മാതൃക പിന്തുടർന്നതും
അനൌദ്യോഗിക വ്യാപാര ശൃംഖലകളും ചൈന റഷ്യ ഘടകങ്ങളും ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര സംവിധാനങ്ങളുമാണ്. ചുരുക്കത്തിൽ യോങ്ബിയോണിലെ പുകക്കുഴലുകളിൽ നിന്നുയരുന്നത് വെറും നീരാവിയല്ല, അത് ലോക സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന മുന്നറിയിപ്പുകളാണ്. സാങ്കേതിക പുരോഗതി, രഹസ്യ നീക്കങ്ങൾ, പുതിയ സഖ്യങ്ങൾ, പഴയ വൈരങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഉത്തര കൊറിയയെ വീണ്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. നയതന്ത്ര സംവാദങ്ങൾ ശക്തമാക്കണോ, കൂടുതൽ സമ്മർദ്ദം ചെലുത്തണോ, അതോ പുതിയ സുരക്ഷാ ഘടന രൂപപ്പെടുത്തണോ എന്ന തീരുമാനമാണ് ഇനി ലോക നേതാക്കളുടെ മുന്നിലുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഉത്തര കൊറിയയുടെ ആണവ പ്രവർത്തനങ്ങളെ അവഗണിക്കാൻ ലോകത്തിന് ഇനി കഴിയില്ല.